കരിപ്പിടി പേട സാധനം. ഇവൻ കരിപ്പിടിയൊക്കെ പേട സാധനം പിടിക്കണേ. ഇത് ലൈവ് അതിൽ മണ്ണിയൻ ലൈവ്. ഇതിന് പേര് അണ്ടിയള്ളി. തുള്ളി കളിക്കണുണ്ടോ ആ രണ്ട് വലിയ കരിപ്പിടി DJ മണ്ണിന്റെ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാല് ഞങ്ങൾ ചൂണ്ടിടാൻ പോവാണ്. ഞങ്ങൾ കുടുംബസമേതം ചെമ്മാപ്പിള്ളി തൂക്കുപാലത്തിൽ ചൂണ്ടിടാൻ പോവാണ്. ഇവനാണ് ഞങ്ങളുടെ ചൂണ്ട സ്പെഷ്യലിസ്റ്റ്, ചൂണ്ട ഉണ്ടാക്കുന്ന നമ്മുടെ ചൂണ്ടക്കാരൻ. കിച്ചൻ നമ്മുടെ ഒരു കസിനാണ്. ഇത്ര മധുര ദേടാ ഒടിയും ഇത്ര മതി ഗൈസ്. ഇവന്റെ കമ്മലെങ്ങണ്ട് നല്ല കൂറയിട്ടില്ലേ ഗൈസ്. ഇവൻ 2-3 ചൂണ്ടിടാന്നും പറഞ്ഞിട്ട് 2-3 വടി പിടിച്ചോണ്ടിരിക്കണ്. ഞാൻ പാമ്പുണ്ടാവും നോക്കണേ. അയ്യേ എരമയുടെ തുണി വടക്കാണ് ഗൈസ്. അമ്പ് ഇത് കണ്ടോ നിങ്ങൾ? ചേട്ടന്റെ ഡ്രസ്സാണ്, അഞ്ജുന്റെ സാരി. ഓ ഗൈസ്, അഞ്ജുന്റെ സാരി. ഓ ഇതാണല്ലേ കല്യാണത്തിന്റെ സെറ്റ് മുണ്ടാണ് ഗൈസ്. ഇത് ഞങ്ങളുടെ വീട്ടിലെ കുറെ കണിക്കൊന്നാടെ ഡ്യൂപ്ലിക്കേറ്റ് പൂത്ത് നിപ്പുണ്ട്. പിന്നെ ഇവിടെ കുറെ കിളികളൊക്കെ ഉണ്ടാവാറുണ്ട്, ഇപ്പോഴും ഉണ്ട്. ഓ കേട്ടാ സൗണ്ട് കേട്ടാ? നമ്മളുടെ കയ്യിൽ ഇപ്പൊ 2 ചൂണ്ടയാണ് കൈസ് ഉള്ളത്. വേണ്ട ആര് വാങ്ങിച്ചിട്ട് എന്തിനാ ഇങ്ങോട്ട് വരുന്നേ? നമ്മ അങ്ങോട്ട് നേരെ പോണല്ലേ. നമുക്ക് അന്വേഷിക്കാൻ പോവാ. അഥവാ കിട്ടില്ലെങ്കിൽ നിങ്ങൾ നടന്നു പോവാൻ, ഞങ്ങൾ ചൂണ്ടയും കൊണ്ട് അങ്ങോട്ട് പൊക്കോളാം. എന്റെ ബലമായുടെ വീട്ടമ്മമാരെന്നെ ചൂണ്ട പിടിക്കാൻ വേണ്ടി കൊണ്ടുപോകണമെന്നാണ്. ഞാനൊന്നും പിടിക്കില്ലേ. ഗുമസ്തേ ഇവന് അണ്ടിവള്ളിനെ പിടിക്കാൻ പോണേ. നീ എന്തിനെ പിടിക്കാൻ പോണേ? കരിപ്പിടി. 2-1 പുഴയെന്ന് കരിപ്പിടി കിട്ടിയ എന്താ? കരിപ്പിടി എന്റെ പൈസ ഇല്ല. ബെസ്റ്റ്. അവരതാ യാത്രയായി ഗൈസ്. ഗൈസ് അവര് വണ്ടിയിൽ പോയി മറ്റേ ചൂണ്ടയുടെ കുളത്തും തീറ്റയും ടങ്കീസൊക്കെ വാങ്ങിക്കാൻ ഞങ്ങൾ നടക്കണ്. അപ്പം ഞങ്ങൾ അവിടെ എത്തുമ്പോഴേക്കും സെറ്റാക്കിയിട്ട് വേണമെങ്കിൽ ബാക്കി ചൂണ്ടയിടാൻ. ഗൈസ് ഞങ്ങൾ ചെമ്മാപ്പിള്ളി തൂക്കുപാലത്തിൽ. ഓ അവന്മാരെ എത്തിയിട്ടില്ല, അവന്മാര് തീറ്റ വാങ്ങിക്കാൻ പോയിക്കാം. നല്ല വെയിലുണ്ട് കേട്ടോ, 2:30 എങ്ങാണ്ടായിട്ടുള്ളൂ. ഓ അതെ അവിടെ എന്താ വരുന്നത്? റിസോർട്ട് പോലെ എന്തേലും ആയിരിക്കും കേട്ടാ. അതെ ഷാപ്പ് പോലെ. ഗായ്സ് കണ്ടോ ഗായ്സ് എനിക്ക് നടന്നു മതിയായി. ഞാനിവിടെ ഇരുന്നത് കാരണം നിലത്ത്. ഞങ്ങൾ പണ്ട് ഇതുപോലെ ഈവനിങ് ഒക്കെ വന്നിരുന്നിരുന്ന സ്ഥലമാണ് ഇതില്. അധികം ആൾക്കാർ ഉണ്ടാവാറില്ല. പക്ഷെ ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ടൂറിസ്റ്റ് പ്ലേസ് പോലെ ആക്കി കാരണം ഭയങ്കര ആൾക്കാരും എപ്പോഴും തിരക്കായിരിക്കും. സൺഡേ ഒന്നും വരാനേ പറ്റില്ല, അത്ര തിരക്കായിരിക്കും. അപ്പോൾ നമ്മളുടെ ഒരു ഫ്രീഡൊക്കെ പോയി പീസ് കിട്ടാവുന്നിരിക്കുന്ന ഒരു പ്ലേസ് ആയിരുന്നു ഇത്. എനിവേസ് കുഴപ്പമില്ല, അവർക്കൊരു വരുമാനമല്ലേ. ഞങ്ങൾ അവനെ വെയിറ്റ് ചെയ്ത് കേട്ടോ, അവർ ഇതുവരെ വന്നിട്ടില്ല. ചേട്ടന് കൊഞ്ച് കിട്ടിയാ? അതെ കൊഞ്ചൊക്കെ കിട്ടി, പക്ഷെ ഓൾറെഡി മുന്നേ പിടിച്ചു വെച്ചാ ചാക്കിലാക്കി. ഇതാണ് പാലം. പാലത്ത് നമ്മളിങ്ങനെ കയറി കാട്ടിക്കൂടെ നടന്നു വന്നു. ഇവിടെ വന്നപ്പോ നാറി പറയാണ് നമുക്ക് പുള്ളുപാടത്ത് പോവാന്ന്. ഇവിടെ മീനില്ല എന്നാണ് പറയണത്. ഒരു ചേട്ടൻ അവിടെ കുറെ നേരം കൊണ്ടിരിക്കുന്നു. അപ്പൊ ഇതാണ് നമ്മളെ ചൂണ്ടാട്ട. എന്നിട്ട് മീൻ തീറ്റ വാങ്ങിക്കാ കാലിത്തീറ്റ. ചിങ്കിരി വാ നമുക്കന്ന് പുള്ളുപാടത്ത്. ഇവിടെ നിന്ന് കിട്ടുന്ന എനിക്ക് തോന്നണല്ലോ, അവൻ ട്രൈ ചെയ്യണം. ഇതാണ് നമ്മളെ കൊണ്ടാട്ടം. പണ്ട് ഞാൻ ഇതൊക്കെ തിന്നും ഗൈസ്. ഈ കാപ്പി സാധനമൊക്കെ തിന്നും. ഇത് പോയാണ് ഗൈസ്. ഇത് പോയല്ല, ഇത് പോയാണ് ഗൈസ്. ഓ ഒരു ചൂണ്ടയിലായി. നീ ചൂണ്ടയിലും കൂടി കെട്ടിക്കഴിഞ്ഞാൽ നമ്മള് ചൂണ്ടിടുന്നതായിരിക്കും. എങ്ങനെ കെട്ടി ഹോട്ടൽ തുമ്പത്ത് ഇങ്ങനെ റൗണ്ട് ആയിട്ട് ചുറ്റുപടി. അപ്പൊ കഴിഞ്ഞു ഇല്ല പോവില്ലേ ഗൈസ്? കമന്റ് ഇല്ല. ചേട്ടാ പിടിച്ച കൊഞ്ചിനെ കാണിച്ചിടാം ഗൈസ്. ഒരു കൊഞ്ചിന് മുട്ടയുണ്ട്, 2 ഉണ്ടാ.
ചൂണ്ട കിട്ടിയതാ ചൂണ്ട ചേട്ടൻ പിള്ളാടി കണ്ട കുറത്തും കയ്യറിഞ്ഞു ചൂണ്ടയിടാൻ വേണ്ടിയിട്ട് വന്നിക്കുന്ന എൻ്റെ കോസ്റ്റ്യൂം ഇതാണ് ഗൈസ്. ബിക്കോസ് നമ്മളെ വീടിൻ്റെ അടുത്തല്ലേ. സോ കിട്ടുമോ? ഓ തീറ്റ ഉണ്ടാക്കാൻ കേട്ടോ. പിന്നാക്കും അരിയും മൈദയും കൂടെ കൂട്ടി വെള്ളത്തിലാക്കിയിട്ട് ഇത്തിരി ഞെക്കി പിരിഞ്ഞിട്ട് ഉണ്ടാക്കാം. അതാണ് നമ്മളെ മീനിന്റെ തീറ്റ. മിനിമം ഒരു മീനെ പിടിച്ചു തീറ്റ നോക്കിയത്. ഓഹോ ഇത് മിക്സ് ആക്കണം നന്നായിട്ട്. കൈ കൊണ്ടേ ഇങ്ങനെ പിടിച്ചിട്ട് തീറ്റ പോവുന്നു. ഫൈനലി ഞാനും അങ്ങനെ ചൂണ്ടിട്ടേക്കാണ്. മീനെ കിട്ടില്ല, നമുക്ക് നോക്കാം. ഒച്ചുണ്ടാക്കിയാ മീൻ വരില്ല. അത് കാരണം ഞാൻ ബ്ലോഗ് കുറച്ച് നേരത്തേക്ക് നിർത്തി വെക്കാം. എനിക്ക് മീനെ കിട്ടി ഞാൻ കാണിച്ചു തരാം. എൻ്റെ പൊന്നെ ഗൈസ്, ഇവന്മാരെ കൊണ്ട് ഫ്ലോപ്പാണ്. എല്ലാ പരിപാടിയും ഫ്ലോപ്പാണ്. ഇവന്മാരിപ്പോൾ പുള്ളുപാടത്ത് പോകുന്നു പറയുന്നത്. ഞാൻ ഈ കോലത്തിൽ ഞാൻ പുള്ളുപാടത്ത് പോകുന്നതാണ്. ഡ്രസ്സൊക്കെ മാറാൻ നമ്മൾ കുറേ പണിയൊന്നും എടുത്തില്ലെങ്കിലും നമുക്ക് മീനൊക്കെ പിടിച്ചാലും സുഖമായിട്ട് നല്ല മീൻ കറി കൂടി ചോറ് നിന്ന് ജീവിക്കാൻ പറ്റും. അങ്ങനെ കുറച്ച് മീൻ കറി വെച്ച് തിന്നാം, കുറച്ച് മീൻ വിൽക്കാം. എന്നിട്ട് ആ പൈസ കൊണ്ട് നമുക്ക് എവിടെയൊക്കെ പോവാം, ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ വാങ്ങിക്കാം. തെണ്ടി നോക്കിയേ, ഇത് ഞാൻ പറഞ്ഞ കാര്യം വിട്ടിടോ. നീ ഓൾറെഡി എന്നെ എറിഞ്ഞടാ. നീ ചൊറിയടാ കുറച്ചു നേരം. നോക്കിയാ കാട്ടിത്. നീട്ട്. ആ ശരിയാ. Let's go to Pullu പടം. എന്റെ പൊന്നു ഗൈസ്, നമ്മള് ചൂണ്ടയിട്ട് ഇറങ്ങാൻ പോണു ഗൈസ്. എടാ ചൂണ്ട എടുക്കടാ. വാടാ നോക്കാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വന്നാ പാവം. ഈ പാടത്ത് നല്ല നെല്ലൊക്കെ ഉണ്ട് കേട്ടപ്പോ, പണ്ടത്തെ പോലെയല്ല. അയ്യോ താടാ. എടാ ഇത് പോയി മൂത്രമൊഴിക്കണോ? പിടിക്കടാ. പിടിക്കടാ പിടിക്കടാ. താമര പറയുന്നുണ്ട്. നമ്മൾ അങ്ങോട്ടാ പോണം, അവിടെയാണ് മീനുള്ളത്. ഈ വ്ളോഗ് വെന്മാർ 1 മണിക്കൂർ ആക്കി എടുക്കും ഗൈസ്. ആ മീനെ പിടിക്കാൻ പറഞ്ഞിട്ട് താമര പിടിക്കാൻ അതൊക്കെയാണ്. അത് കൊള്ളാലോ. ഇതാണ് ഡ്രസ്സൊക്കെ ചെയ്ത് വന്നു. ഇവിടെ പെൺകുട്ടികളുണ്ടാവും പറഞ്ഞിട്ട്. നീ എൻ്റെ കൈ പിടിക്കോ? ഞാൻ ഇടന്നിട്ട് ഇത് പൊട്ടിക്കാം. യു ആർ സച്ച് എ ബ്രില്യൻ ഗായ്. മൂഞ്ചിയില്ലേ ഇപ്പം? നീ മൂഞ്ചിയില്ലേ കവിന് നടക്കണം. ഇതൊരു 1 മണിക്കൂറിൻ്റെ വ്ളോഗാകും. താല്പര്യമുള്ളവർ കണ്ടാൽ മതി, ഇല്ലാത്തവർ സ്കിപ്പ് ചെയ്ത് സ്വൈപ്പ് ചെയ്ത് ഒക്കെ പൊക്കോളൂ. അത് ആ സൈഡിൽ ഇറങ്ങി എടുത്തു തരുമോ? ഗായ്സ് ഫൈനലി അനുമം കഷ്ടപ്പെട്ട് ഈ പാടത്തുനിന്ന് ചാടി ഇറങ്ങി എടുത്തിട്ടുണ്ട്. ഗായ്സ് നമുക്ക് പൂന്താമര കിട്ടി. ആൻഡ് അതോടെ ചൂണ്ടിടുന്ന പണി തുടങ്ങി. ഇവന്മാർ വീണ്ടും താമര പൊട്ടിക്കാണ് ഗൈസ്. നമ്മളൊന്ന് താമര പൊട്ടിച്ച് മീൻ കിട്ടിയില്ലെങ്കിലും താമര കൊണ്ട് വീട്ടിൽ പോവും. ഓക്കെ. ഓ 4th താമര. അതുകൊണ്ട് കുളത്തിന്ന് മീൻ തിന്നു ഗൈസ്. ദാറ്റ് മീൻസ് അതേ വെട്ടിപ്പോയി. ദാറ്റ് മീൻസ് മീനുണ്ട്. എടാ അപ്പ തന്നെ പിടിക്കണായിരുന്നു. ഞാൻ പിടിക്കാൻ ചൂണ്ടിടാം പ്ലീസ്. വലിക്കണ്ട നോക്ക്. പോയല്ല അങ്ങട്. ആ വെട്ടിപ്പോയി. കിട്ടി. നമുക്ക് ചാക്ക് കിട്ടി. എടാ തീറ്റയും കൊണ്ട് പോയടാ.
ചൂണ്ടിടാൻ വന്നിട്ട് കഴിച്ചു വയ്ക്കുന്ന കൊത്താതെ എങ്ങനെ മനസ്സിലാവുന്ന്? നീ എന്തിനാടാ ചൂണ്ടിടാൻ വന്ന മണ്ട? ആ പിള്ളേര് വലുതാവണ്ടെന്ന്. എവിടെ വലുതാവണ്? മൂഞ്ചലാണ് കൈസ്. ഇപ്പൊ എത്ര നേരമായിട്ട് നമുക്ക് ഇതിട്ടിട്ട് ഒന്നും കിട്ടിയില്ല. നമുക്ക് ഞാൻ അടുത്ത ട്രെയിനിന് അടുത്തിട്ടാണ് എൻ്റെയാണ്. അവൻ കുളത്തെ ശരിയാക്കി തരും. ഗിമ്മി. ഞാനാണ് അടുത്ത മീനെ പിടിക്കാൻ പോണത്. സ്വാമി ഒരു മീനെ കിട്ടണേ. ചൂണ്ടറിഞ്ഞപ്പോ തെറ്റിപ്പോയി ഗൈസ്. ഓക്കെ 1 2 3 സ്റ്റാർട്ട്. കൈ കൊണ്ടറി എടാ തീറ്റോയി. ഡെയിലി വെച്ച് അമ്മനെ പിടിച്ച എനിക്ക് 2 ബിരിയാണി ഇല്ലെങ്കിൽ ഞാൻ വാങ്ങിച്ചു കൊടുക്കാൻ. ഞാൻ പറഞ്ഞു പറ്റില്ലെന്ന്. ഇവനെന്നിട്ട് ഒരു മീനെ പിടിച്ച് കൈസ്. അവൻ പറഞ്ഞ പോലെ തന്നെ അണ്ടിവള്ളിനെ പിടിച്ച് കൈസ്. ഇതാണ് അണ്ടിവള്ളി, കരിപ്പിടി എന്ന് പറയും നമ്മുടെ നാട്ടില്. ധവൻ DJ മണ്ണിന്റെ അണ്ടിവള്ളി. എന്നോട് വാശിയേറിയ മത്സരം കാണിക്കാൻ ഇപ്പൊ കണ്ണൻ ഇറങ്ങിക്കാണ്. ഒറ്റ കയ്യൻ കണ്ണൻ. എന്ത് ചെയ്യും നമുക്കിപ്പൊ തന്നെ നോക്കാം. ഞാൻ ഒരെണ്ണത്തിന് കിട്ടിയപ്പോ അവനാള് വലിയ ആളായി ഞങ്ങളുടെ കൂട്ടത്തില്. എന്താന്ന് പോലും അറിയാത്ത ആളായിരുന്നിട്ടാ. ഞാൻ പിടിക്കാവനെ. അയ്യോ ഇത് സീനാണ് ഗൈസ്. അണ്ടിവള്ളി എന്താ നീ പിടിച്ചു വെച്ചിരിക്കണത്? നിന്റെ അണ്ടിവള്ളി സൂപ്പർ. DJ മണ്ണിന്റെ അണ്ടിവള്ളി സൂപ്പർ. ഓപ്പൺ യുവർ മൗത്ത്. അടുത്തത് ഇപ്പൊ പിടിച്ചതാ ഒരു 10 മിനിറ്റ് ചെറുതായിട്ട് മിണ്ടല്ലേ. അങ്ങനെ പറഞ്ഞ ആൾക്കാർ വരും. ചേട്ടന്മാർ നമ്മളെ മീനെ കട്ടെടുക്കാൻ വന്ന് തുറന്ന് എടുത്തിരിക്കുകയാണ്. ഇൻട്രസ്റ്റ് ആയിട്ടാ, ഇൻട്രസ്റ്റ് ആയി അതിന് ഗൈസ്. നിങ്ങൾക്ക് ഇത് കണ്ട് ബോറടിക്കുന്നുണ്ടെങ്കിൽ തിന്ന് പോയതാ, കൂടി പോയതാ, ഓവർ കോൺഫിഡൻസിൽ ഒരെണ്ണം കിട്ടിയപ്പോ പോയിട്ടാ ഗൈസ്. അതാ വലിയില് പോവും ഗൈസ്. അൺഎക്സ്പെക്ടഡ് ആയിട്ട് കണ്ണം വാറ പിടിച്ച് അതിന്റെ അടുത്ത കുഞ്ഞി കരിപ്പിടിനെ പിടിച്ചിരിക്കണേ. നാടൻ കരിപ്പിടിനെ പിടിച്ച് ഗൈസ്. നോക്ക് ഗൈസ്, കിറ്റെടുത്ത് നമ്മൾ ഇട്ടിട്ട് ഞാൻ അടുത്തതിനെ ഞാൻ പിടിക്കാൻ പോണു ഗൈസ്. ശേ നമുക്ക് പൊക്കണത് കിട്ടണല്ലോ കേട്ടോ. കാരണം ഞാൻ ഫോൺ ഓൺ ആക്കി വെക്കില്ല. ബിക്കോസ് എനിക്കും കൂടി ആർത്തിയായി പിടിക്കാനുള്ള ഇൻട്രസ്റ്റ് കൂടി. കിച്ചനാണ് നമ്മളെ പ്രൊഫഷണൽ മീനിന്റെ കുളത്തിൽ നിന്ന് വിടിയിപ്പിക്കുന്നവൻ. ഓ അവന്റെ വായിലടാക്കി ഇത് പാവം. ഞാൻ ട്രൈ ചെയ്യാൻ പോണു ഗൈസ്. ഞാനും കണ്ട 2 മീനെ പിടിച്ച എന്റെ ധൈര്യത്തിൽ അനിമോൻ മീനെ പിടിക്കാൻ പോവാണ്. കുഴപ്പമില്ല പോട്ടെ. ഞാൻ പറയും പോലെ കിട്ടാ. കൊത്തണ്ടി കൊത്തണ്ട് കൊത്തണ്ടേനു പോയില്ലേ? കിട്ടിയില്ലേ സാധനം? വലിച്ചില്ലേ? ആ 2 ചൂണ്ടയുണ്ട്, 4 പേരുണ്ട് മീനെ പിടിക്കാൻ. മീനെ പിടിക്കാൻ നിർത്തിയായിപ്പോ എല്ലാവർക്കും. ഇപ്പോഴാണ് തോരാവുന്നത്. ഒരാൾക്ക് കിട്ടി കഴിഞ്ഞപ്പോഴാണ് അതേറെ തോരുണ്ടായില്ല. ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായില്ല. ഇപ്പൊ ഭയങ്കര ഇൻട്രസ്റ്റ് ആയി എല്ലാവർക്കും. അടുത്ത കിച്ചൺ ഇറങ്ങിക്കാണ് ഗൈസ്. കിച്ചൺ പൊക്കുന്നാണ് പറയുന്നത്. കിച്ചൺ പൊക്കാനുണ്ടെങ്കിൽ അത് കിട്ടും. കണ്ണൻ അവിടെ പോയിട്ടുണ്ട്. മീനുള്ളിടത്ത് പോയിട്ടാണ് അവൻ ഇട്ടേക്കുന്നത്. അപ്പൊ ഇവന്മാരെല്ലാം ആർക്ക് കിട്ടും? മത്സരമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പക്ഷെ മിണ്ടരുത്. അവിടെ ഒരുത്തൻ മറിഞ്ഞു പോയിട്ടുണ്ട്. ഇവിടെ ഒരുത്തനുണ്ട്. പൊക്കണതൊന്നും കിട്ടിയിരുന്നെങ്കിൽ ഗൈസ് 2 മീൻ കിട്ടിയിരുന്ന നിങ്ങൾക്ക് കാണാൻ പറ്റിയില്ല. അതിൻ്റെ വിഷമം എനിക്ക് മനസ്സിലാവും. സോ എൻ്റെ മൈക്കാരുടെയിലാണ് ആവശ്യ. ഇവർക്ക് കിട്ടും. പ്രൊഫഷണൽ നമ്മളുടെ മീൻപിടുത്തക്കാരിയ്ക്കണ പോലെയാണ് കണ്ണൻ. ചൂണ്ടയുടെ കുളത്ത് വലിയ നോക്കിയിരിക്കണേ. പോയാ തീറ്റ? അയ്യേ തീറ്റ ഇങ്ങോട്ട് പോയതാ. ആരും കൊത്തിയില്ല. തീറ്റ ഇട്ട് കൊടുത്തേ. ഉണ്ടിട്ട് കൊടുക്കൂ. എൻ്റെ പുറത്ത് ഉണ്ടിട്ട് കൊടുക്കൂ. ഞാൻ ഇടുന്ന പോലത്തെ. എനിക്ക് കിട്ടിയില്ല ഗൈസ്. സോ ഞാൻ പിൻവാങ്ങി. ഞാൻ കുറച്ച് ബ്യൂട്ടിയൊക്കെ കാണട്ടെ.
കണ്ടോ കിടത് നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ്. നിങ്ങൾ പുള്ള് പടന്നുള്ളതിൻ്റെ വ്ളോഗിൽ കണ്ടിട്ടുണ്ടാവും. കഴിച്ച് നമ്മൾ സ്ഥലം മാറിയ ചേട്ടൻ പറഞ്ഞു അവിടെ നിന്ന് അധികം കിട്ടില്ല, ഇവിടെയാണ് കൂടുതലുള്ളതെന്ന്. അപ്പം ഇങ്ങോട്ട് വന്നു ഉണ്ടായി. അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഒരുപാട് അങ്ങോട്ട് ഇങ്ങനെ വിശാലമായ പാടമാണ്. ഇവിടെ കൊത്തുന്നുണ്ട് പക്ഷെ കിട്ടിയില്ല എന്നാണ് പറഞ്ഞത്. ഞാൻ കാറിൽ താമര വെക്കാൻ പോയേക്കുമായിരുന്നു ഗൈസ്. ഇവനെ ഞാൻ മുന്നേ കാണിച്ചു തന്നിട്ടുണ്ട് ഞങ്ങളുടെ ഒരു വ്ളോഗിൽ. അതെ, ചിരിച്ച് കിടന്നുറങ്ങുന്ന നമ്മുടെ സ്വന്തം പട്ടിക്കുട്ടൻ. ഓ കൂറക്കോലായി. കിടിലൻ മീനുണ്ട്, ബ്രാലാന്ന് തോന്നുന്നു. ഭയങ്കര ഒച്ചയൊക്കെ ഉണ്ടെങ്കിൽ വെട്ടി പോകുന്നുണ്ട്. ഇവൻ ഒരു പ്രൊഫഷണൽ ഇതാവുമെന്ന് പറഞ്ഞ് വാശി പിടിച്ച് നിൽക്കണ പോലെയാണ് നിൽക്കണത് ഗൈസ്. എനിക്കൊന്നും കിട്ടിയില്ല. അവളിനി കുറച്ച് നേരം കൂടി കഴിഞ്ഞിട്ട് വ്ളോഗ് എടുക്കണല്ലോ കേട്ടോ. എനിക്ക് രണ്ടും കൂടെ ശ്രദ്ധിക്കാൻ പറ്റണില്ല. എനിക്ക് പിടിക്കണം മീനെ. ഇവന് ഒരെണ്ണത്തിനെ പിടിക്കുന്നു പറഞ്ഞ വാശിയിൽ നിൽക്കാവുമാർ അപ്പുറത്ത് പോയി പിടിക്കുന്നവർ അങ്ങോട്ട് പോയി. ഞാൻ മാത്രം ഇവിടെ പോസ്റ്റ്. സോ ഞാനും മീനെ പിടിക്കാൻ ട്രൈ ചെയ്യാൻ പോണ ഗൈസ്. ചാറ്റ് നൂറ്റ് ഞാൻ ചൂണ്ടിടാൻ വന്നിട്ട് എനിക്ക് ആരും തരുന്നില്ല. ഞാൻ കുറേ നേരമായിട്ട് ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കുവാണ്. ഇത് പിന്നെ ഒട്ടും തരുന്നില്ല. പിന്നെ ഒരപ്പുറത്താണ് കടവിൻ്റെ ഗൈസ്. എൻ്റെ ഗൈസ് ഞാൻ ഒരാളെ കാണിച്ചു തരാം. വാടാ നീ വാ. അത് ഓടി വരുന്നത് ഏവനെ എന്താണ് കുറേ നേരമായി മീനുങ്ങൾക്ക് വെറുതെ തീറ്റ തിന്നാനിട്ട് കൊടുക്കണം. ഒരെണ്ണം കിട്ടിയാൽ അഹങ്കാരത്തിൽ ചെയ്യണമാണ് ഗൈസ്. പക്ഷെ ഒരു രക്ഷയില്ല. അതിനെ പിടിക്കും നീ എന്നിട്ട് പറയാം. ഒരെണ്ണെങ്കിലും പൊക്കണത് കാണാൻ പറ്റും എനിക്ക്. ഇൻട്രസ്റ്റ് പോയി തുടങ്ങി ഗൈസ്. വലിയ ചാക്ക് കിട്ടി ഗൈസ്. ഞാൻ അവിടെ കയറിപ്പിടുത്ത് അയ്യേ ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു. ഇത് കുറച്ച് മൈദ ഒഴിച്ചാലോ. അങ്ങനെ മീൻ അവിടെ ഉണ്ട്. എന്തെടുക്കും നോക്കട്ടെ. നമ്മൾ പിടിച്ച മീൻ. ഓ രണ്ടാളും വെള്ളം ചെയ്യാണ്ടിരിക്കുക. ചോ പാവങ്ങൾ. എന്താ പണി കഴിഞ്ഞിട്ട് ട്രാക്ടർ പോവാണ്. എന്നെ മൊത്തത്തിലുള്ള ചക്ക കിട്ടിയതുകൊണ്ട് ഗൈസ് പിന്നെ ഒന്നും കിട്ടിയില്ല. ഫൈനലി അങ്ങനെ 7 മീനെ പിടിച്ചിരിക്കുകയാണ്. അതിന് 3 മീൻ പിടിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് പറയാൻ പറഞ്ഞു. 1 മീൻ 3 മീനെ ഞാൻ പിടിച്ചു ഗൈസ്. 3 മീനെ അതില് കളത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. പിന്നെ രാത്രി ആയിരിക്കുകയാണ് ഗൈസ്. ട്രാക്ടർ കിടക്കുന്നുണ്ട്. നമ്മളിതിൻ്റെ അടുത്താണ് ഇരിക്കണത്. ഇത് പിന്നെ രാത്രി ആയതുകൊണ്ട് നിങ്ങൾക്കൊന്നും കാണില്ല. ഇത് പാടാണ്. ഇവിടെ കുറച്ച് വേസ്റ്റ് കിടപ്പുണ്ട്. എന്നാലും കുഴപ്പമില്ല. കണ്ടോ കിച്ചൻ അവിടെ തീറ്റയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കിച്ചൻ വെള്ളത്തിൽ വീണു. കണ്ടോ കിച്ചൻ്റെ പാൻറ് ഉണ്ട് അടിഭാഗം. തക്കുട എല്ലാവരും പറഞ്ഞ പ്രൊഫഷണൽ ചൂണ്ടൊക്കെ ഇട്ടിരിക്കുന്നുണ്ട്. അത് കരിപ്പിടി പേട്ട സാധനം. ഇവൻ കരിപ്പിടിയൊക്കെ പേട്ട സാധനം പിടിക്കണേ. ഇത് ലൈവ് അതിൽ മണ്ണിയൻ ലൈവ്. ഇതിന് പേര് അണ്ടിയള്ളി. ഇവൻ പ്രൊഫഷണൽ കരിപ്പിടി. എല്ലാം വലിയ കരിപ്പിടി നിങ്ങൾ കാണുന്നുണ്ടോ ഗൈസ്? ഇപ്പൊ തക്കുടിനോടെ കടു മാത്രം കിട്ടിയിട്ടുള്ള വിഷമത്തിൽ തക്കുട ഒന്നുകൂടി പ്രൊഫഷണൽ ആയിട്ട് ഇരിക്കുന്നുണ്ട്. പക്ഷെ മണ്ണിന് സ്ട്രോക്ക്. നീ രണ്ടാമത്തെ വലുതിനിട്ട് പിടിക്കണം മഞ്ഞ ഗൈസ്. കണ്ടോ ഗൈസ് അതിൽ തുള്ളി കളിക്കണുണ്ടോ? ആ 2 വലിയ കരിപ്പിടി DJ മണ്ണിന്റെ. ഗൈസ് നമ്മളല്ലേ കൊറേ മീനെ പിടിച്ച് ഞാൻ 4 പിടിച്ച. ഞാൻ 4 പിടിച്ച് 5 പിടിച്ചു. പക്ഷെ ഒരെണ്ണം വെള്ളത്തിൽ വീണ് പോയി. പിന്നെ അതും 2 പിടിച്ചു. 2 ചക്കയായിരുന്നു ഗൈസ്. പിന്നെ ആ കണ്ണൻ ഒരെണ്ണം പിടിച്ചു. ഒരു 10-15 മീനെ കാണിച്ചു തരാം. കണ്ടോ കിച്ചൻ പിടിച്ചു കേട്ടോ. കിച്ചൻ പിടിച്ചത് ഈ പാടത്തുനിന്ന് അപ്പുറത്തെ പാടത്തിലേക്ക് എറിഞ്ഞ് നോക്കൂ. ഓ ഗൈസ് ലുക്ക് അറ്റ് മൈ മീൻസ്. ഇത്രയും മീൻ നമ്മൾ പിടിച്ചതാണ്. നമ്മളൊന്നും ഇല്ലാന്ന് വിചാരിച്ചതാണ്. പക്ഷെ നമ്മൾ ഇത്രയും മീനെ പിടിച്ച് ഞങ്ങൾ ഇനി വീട്ടിലേക്ക് പോവാണ്. അപ്പൊ ഞങ്ങളുടെ വ്ളോഗ് ഞങ്ങൾ ഇന്ന് വൈൻഡപ്പ് ചെയ്യാണ്. അതെങ്ങാനും പോയാ അവന്റെ ഒരു വക്രബുദ്ധി പോടാ. അത് ഒന്ന് വരുമോ?
ഓക്കെ ഗൈസ്, സോ വി ആർ ഗോയിങ് ടു വൈൻഡ് അപ്പ്. ഓക്കെ, ഇനി പ്രത്യേകിച്ചൊന്നുമില്ല. ഞങ്ങൾ വീട്ടിൽ പോകുമ്പോൾ ഇതിനെ പൊരിക്കും, തിന്നും. ഓക്കെ ടാറ്റാ. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ ബൈ.